ആ പഴയ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. ഈ യുദ്ധം ഉണ്ടാകുമായിരുന്നു. സോഷ്യലിസം തകർന്നുപോയി. അതിന്റെ മഹാദുരന്തമാണ് ഇത് ലോകം അനുഭവിക്കുന്നത്. നിങ്ങൾക്കൊക്കെ പഴയ കഥ ഓർമ്മയുണ്ടാകും. പണ്ട് ബംഗ്ലാദേശ് യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാന് വേണ്ടി അമേരിക്കൻ പട്ടാളം സൈനിക വ്യൂഹം, നാവികപ്പട, അവരുടെ ഏറ്റവും പ്രശസ്തമായ നാവികപ്പടയാണ് 7ാം കപ്പൽപ്പട. അവർ നേരെ നമ്മുടെ ബംഗാളിന്റെ ഒരു ഭാഗമാണ് കിഴക്കൻ ബംഗാൾ, അതാണ് ബംഗ്ലാദേശ്. അവിടത്തേക്കൊന്ന് നീങ്ങി. അന്ന് സോവിയറ്റ് യൂണിയൻ ശക്തമാണ്. ഇന്ത്യയെ ആക്രമിക്കാൻ ഇന്ത്യൻ പട്ടാളവും ഇന്ത്യയും ഒക്കെ ബംഗ്ലാദേശിനെ സഹായിക്കുക. ആ ഇന്ത്യയെ ആക്രമിക്കാൻ പുറപ്പെട്ടു. അപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ പറഞ്ഞത്, ഇനി അമേരിക്കയുടെ 7ാം കപ്പൽപ്പട 1 ഇഞ്ച് മുമ്പോട്ട് നീങ്ങിയാൽ ആ കപ്പൽ ഞങ്ങൾ മുക്കും, ഞങ്ങൾ തകർക്കും, തിരിച്ചു പോകും. മണിക്കൂറുകൾ വേണ്ടി വന്നിട്ടില്ല. അമേരിക്കയുടെ 7ാം കപ്പൽപ്പട തിരിച്ചുപോയി. ഇന്ത്യക്ക് സുരക്ഷിതത്വം ഒരുക്കി. ഇടതുപക്ഷം ദുർബലപ്പെട്ടാനുള്ള ആപത്താണ്. ഇന്ന് നമ്മുടെ ഇന്ത്യ നേരിടുന്ന പ്രശ്നത്തിന് എന്താ പ്രശ്നം? ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിലും ഇത്തരത്തിലുള്ള ഹീനമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പോരാടും. അതിന്റെ ഫലമായിട്ട് ഇന്ത്യൻ ജനങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. അതിനെ വലതുപക്ഷ ശക്തികളെല്ലാം കൂടി ചെയ്തത് ഇടതുപക്ഷത്തെ, CPM-നെ, പുരോഗമന പ്രസ്ഥാനങ്ങൾ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അത് വിജയിച്ചാൽ രാജ്യം ആപത്തിലേക്കാണ്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയും അതാണ്. ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ അത് കേരളത്തിന്റെ മാത്രം തകർച്ചയല്ല, ഇന്ത്യയുടെ തകർച്ചയായിരിക്കും. ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ നമ്മുടെ നാടിന്റെ ആകെ തകർച്ചയായിരിക്കും. ഇവിടെ ഇടതുപക്ഷം വിജയിച്ചു വരണം. അമേരിക്കയിൽ വലതുപക്ഷ തീവ്രവാദമാണ് ട്രംപ്. അതിനെ പ്രതിരോധിക്കുന്ന ഇടതുപക്ഷമാണ്. ജനങ്ങൾക്ക് സുരക്ഷിതത്വം, സമാധാനം, ജീവിതം, ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, ഇതിനെല്ലാം വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. ഇവിടെ മത്സരിക്കുന്നത് ആ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. ആ ഇടതുപക്ഷം ദുർബലപ്പെടാൻ പാടില്ല. ഇടതുപക്ഷത്തിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് ട്രംപിനെതിരായും സാമ്രാജ്യത്വ ശക്തികൾക്കുമെതിരായി ലോകത്തിന്റെ മുമ്പിൽ ഒരു ശക്തമായ പ്രതിരോധ ശക്തിയായി ഉയർന്ന് പ്രവർത്തിക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഇന്നുള്ള 28 സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ഒരു തുരുത്താണ് കേരളം. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ് കേരളം. ആ ഇടതുപക്ഷം ഇവിടെ ശക്തി പ്രാപിച്ചു വന്നത്, കരുത്ത് നേടിയത് എത്രയോ മനുഷ്യരുടെ ജീവത്യാഗത്തിലൂടെയാണ്. ആ ജീവത്യാഗം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം രൂപീകരിച്ചത് മുതൽ, പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്തത് മുതൽ, ഇവിടെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സംഘടിപ്പിച്ച് അവർക്ക് ആശ്വാസം കൊടുക്കാൻ, അവർക്ക് കരുത്തും ശക്തിയും കൊടുക്കാൻ, ആ ജനതയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിയത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനം ഒരിക്കലും ദുർബലപ്പെട്ടുകൂട. ഇന്ന് വലതുപക്ഷ ശക്തികളാകെ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താമെന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വലതുപക്ഷ പിന്തിരിപ്പിന് ശക്തികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കുകയാണ്. അത് ഒന്നിൽ അല്ല വന്ന അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നാടിനെ ഈ നാടാക്കി മാറ്റിയത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. നമ്മുടെ കേരളം ഒരുപാട് വളർന്ന് വികസിച്ചിട്ടുണ്ട്. ഈ വളർച്ചയ്ക്കും വികസനത്തിനും അടിസ്ഥാനം
ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളാണ്. ഇന്ന് നമ്മൾ നേടിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഇവിടുത്തെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണ്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം കാണാനുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ തിരിച്ചടിക്കെതിരെ ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും വലതുപക്ഷ ശക്തികൾ നടത്തിയ, വർഗീയ ശക്തികൾ നടത്തിയ എല്ലാ തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ കൊണ്ട്, എല്ലാ വലതുപക്ഷ ശക്തികളും നടത്തിയ തെറ്റായ ആശയപ്രചരണം കൊണ്ട് ഇടതുപക്ഷത്തിന് ചില തിരിച്ചടി വന്നു. അതിപ്പോൾ ആ നാട് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ശക്തിപ്പെടണം എന്നൊരു തിരിച്ചറിവിലേക്ക്, ഇടതുപക്ഷത്തിന് തിരിച്ചടി വന്നാൽ നാടിന്റെ ആകെ അപകടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളൊരു തിരിച്ചുവരവിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചുവരവിന്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവ് കണ്ട് അതിനെ ദുർബലപ്പെടുത്താൻ വീണ്ടും വലതുപക്ഷ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമാണ് ഈ ബിജെപിയുമായിട്ട് ഐക്യമെന്ന് പറയുന്നത്. നിങ്ങൾ നോക്കും, 3 ആഴ്ചക്ക് മുൻപാണ് ഹരിയാനയിൽ അവിടെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് MLA-മാരാണ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസാണ് BJP MP-മാരെ സൃഷ്ടിച്ചു കൊടുത്തത്. BJP ജയിപ്പിച്ചത് ഹരിയാനയിൽ. BJP തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസ് MLA-മാര്. ചിലർ വോട്ട് ചെയ്തില്ല, ചിലർ അനുകൂലമായി വോട്ട് ചെയ്തു. അങ്ങനെയാ ഹരിയാനയിൽ വന്നത്. അപ്പൊ നിങ്ങൾക്കൊക്കെ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയാണ് ഡൽഹി. ആ ഡൽഹി ഭരിച്ചിരുന്നത് ഇപ്പൊ ഭരിക്കുന്നത് BJP-യാണ്. ആം ആദ്മി പാർട്ടി, കേജ്രിവാൾ ഒരു നല്ല ഭരണകർത്താവായിരുന്നു. എന്ന് ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഒരു ഭരണകർത്താവായിരുന്നു. BJP-യെ തോൽപ്പിച്ച് കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു. ആ ആം ആദ്മി പാർട്ടിയുടെ ഭരണം BJP ഭയപ്പെട്ടു, കേജ്രിവാളിനെ ഭയപ്പെട്ടു. എന്താ BJP ഗവൺമെന്റ് ചെയ്തത്? ആ കേജ്രിവാൾ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ, ഡൽഹിയിലെ ജയിലിലിട്ടു. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു കേന്ദ്ര ഗവൺമെന്റ്. അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രി അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെയും ജയിലിൽ. ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. ഏതാണ്ട് ഒരു 5-6-7 മാസക്കാലം ഡൽഹിയുടെ മുഖ്യമന്ത്രി ജയിലിൽ ഇരുന്നിട്ടാണ് ഫയൽ നോക്കിയത്. ഇന്ത്യയുടെ ചിത്രം നിങ്ങൾ നോക്ക്. ഏതെങ്കിലും ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയുന്നതാണ് BJP-യുടെ നിഷ്ഠൂരകൃത്യത്തെ. അതിന് അംഗീകരിച്ച പാർട്ടിയാ കോൺഗ്രസ്. അംഗീകരിക്കുക മാത്രമല്ല, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പാർട്ടിയാണ്. ജയിലിലിട്ടതിന് ഒരു മുഖ്യമന്ത്രിയെ മുട്ടായി വിതരണം നടത്തിയ പാർട്ടിയാണ്. ആ കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരന്ന ബഹുജനങ്ങളെ നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. എത്ര തെറ്റായ നടപടിയാണ് സ്വീകരിച്ചത്. ഇത് ഏതാണ്ട് ഡൽഹിയിൽ മാത്രമല്ല. അവസാനം കേജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. കോടതി ചോദിച്ചു, എന്തിനാ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തൊരു മുഖ്യമന്ത്രിയെ? ഒന്നും പറയാനില്ല. കോടതി പറഞ്ഞ് 24 മണിക്കൂറിനകം മോചിപ്പിക്കണം, അദ്ദേഹത്തെ വിട്ടയച്ചോളണം. അങ്ങനെയാണ് അദ്ദേഹം ജയിലിൽ നിന്ന് വന്നത്, പുറത്തു വന്നത്. പുറത്തു വന്നതിന് ശേഷം കുറച്ചു മാസം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു. ഡൽഹിയിലെ ജനങ്ങൾ BJP-യെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ്. അവിടെ 70 അസംബ്ലി സീറ്റാണ്. തെരഞ്ഞെടുപ്പ് വന്നു. BJP വിരുദ്ധ മുന്നണിയെ കോൺഗ്രസ് ദുർബലപ്പെടുത്തിയെന്ന് മാത്രമല്ല, അവർ കേജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയും തോൽപ്പിക്കാനാണ് പുറപ്പെട്ടത്. ഇവിടുത്തേതുപോലെ. അതിനവർ ചെയ്ത പണി BJP വിരുദ്ധ മുന്നണിയെ ദുർബലപ്പെടുത്തി 70 സീറ്റാണ്. 70-നും കോൺഗ്രസ് മത്സരിച്ചു. 70 സീറ്റിലും മത്സരിച്ചു. ആം ആദ്മി പാർട്ടി മത്സരിച്ചു, BJP മത്സരിച്ചു. ആം ആദ്മി പാർട്ടിക്ക് കുറെ സീറ്റ് കിട്ടി. അവരാണിപ്പോൾ അവിടുത്തെ പ്രതിപക്ഷം. കോൺഗ്രസിന്റെയോ 65 സീറ്റിൽ കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. ഡൽഹിയിൽ അവർ മുഴുവൻ BJP-ക്ക് വോട്ട് ചെയ്തു.
70 സീറ്റിലും കോൺഗ്രസ് തോറ്റു. പാഠം പഠിച്ചു അവര്. എങ്ങനെയാണ് മധ്യപ്രദേശിൽ BJP വന്നത്, ഹിമാചൽ പ്രദേശിൽ വന്നത്? കോൺഗ്രസിന്റെ നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് ഇവിടെ എന്തൊക്കെ നടത്തിയവരാ കേരളത്തിൽ? കോൺഗ്രസിൽ ഇപ്പോഴൊരു സിനിമാ നടൻ MP ആയിട്ടില്ല. എങ്ങനെ MP ആയത്? തൃശ്ശൂരിലെ കോൺഗ്രസുകാർ മുഴുവൻ ഏതാണ്ട് 76,000 പരം വരുന്ന കോൺഗ്രസുകാർ കോൺഗ്രസ് വോട്ട് BJPക്ക് കൊടുത്തു. BJP സ്ഥാനാർത്ഥി ജയിച്ചു. അവിടെ നമ്മൾ നിന്നും പൊരുതി നമുക്ക് കുറെ വോട്ട് വർദ്ധിച്ചു. ആ കോൺഗ്രസ് പറയുന്നത് നിങ്ങൾ BJPയുമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വളർച്ച കണ്ട് ഭയപ്പെട്ടിട്ടാണ് അവർ ഇത്തരത്തിലുള്ള പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷമാണ് ഈ നാടിന്റെ ഇന്ന് വരെയുള്ള എല്ലാ പുരോഗതിക്കും അടിസ്ഥാനം. നമ്മുടെ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രവാസികൾ, വിദേശ മലയാളികൾ, അവർക്ക് ഈ ദുബൈയും അബുദാബിയും ഷാർജയും ഈ ഗവൺമെന്റുകളൊക്കെ ഉണ്ട്. UAE അത് 8-9 രാജ്യങ്ങളുടെ ഒരു ഭരണകേന്ദ്രമാണ് UAE. പിന്നെ ഖത്തറും കുവൈറ്റൊക്കെ ഉണ്ട്. ആ രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ എത്രമാത്രം സ്നേഹവാത്സല്യത്തോടു കൂടിയിട്ടാണ് കേരളക്കാരെ കാണുന്നത്. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം ഈ കേരള ഗവൺമെന്റ് ഈ ഗവൺമെന്റുകളുമായിട്ടൊക്കെ വളരെ അടുത്ത സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. അവരുമായിട്ട് ബന്ധപ്പെട്ടു, അവരുമായുള്ള ചർച്ചകൾ നടത്തി. അതിനവിടെയുള്ള ചില പ്രധാന മലയാളികളെ നമ്മൾ ഉപയോഗപ്പെടുത്തി. ഇതിന്റെ ഫലമായിട്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ കേരളക്കാരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും. ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ലോക കേരള സഭ ഉണ്ടാക്കുന്നത്, പ്രവാസികൾക്ക് വേണ്ടിയാണ്. ആ ലോക കേരള സഭ ബഹിഷ്കരിച്ചതിനെ പൊളിക്കാൻ നടന്നവരാണ് കോൺഗ്രസ്. ഇന്നലെ ലോക കേരള സഭ എല്ലാ പാർട്ടിയിൽപ്പെട്ടവർ വിദേശങ്ങളിലില്ലേ? ജർമ്മനിയിലും ഇറ്റലിയിലും UK-യിലും ഒക്കെ ഇല്ലേ? അവരുടെ കാര്യമല്ലേ? ആ ലോക കേരള സഭയിൽ വന്ന ഒരു പ്രശ്നം ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുക. അത് ഷാർജയിലെ അവിടുത്തെ നമ്മുടെ മലയാളികൾ പറഞ്ഞു, ഈ ഷാർജ ജയിലിൽ ധാരാളം കേരളക്കാരുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം വിസ, പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞ് നാട്ടിലേക്ക് പോയി, തിരിച്ചുപോയില്ല, ഇവിടെയായിപ്പോയി. അതിന്റെയൊക്കെ ഫലമായിട്ട് നിരവധി കേരളീയർ ജയിലിനകത്തുണ്ട്. കേരള ഗവൺമെന്റ് ഇടപെടണം. കേരള ഗവൺമെന്റ് ഇടപെട്ടില്ല. 72 പേരെ ഷാർജ ജയിലിൽ നിന്നും ഇറക്കി അവരെ നാട്ടിലേക്ക് എത്തിച്ചു. ഇപ്പോൾ നമ്മളോട് ആ രാജ്യത്തിലെ ഗവൺമെന്റ് കാണിക്കുന്ന സ്നേഹം അതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരള ഗവൺമെന്റ് ഈ വിദേശ രാജ്യങ്ങളുമായിട്ട്, ഈ നമ്മുടെ അയൽ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന കൂടുതൽ പാർക്കുന്ന പ്രദേശങ്ങളിലെ ഗവൺമെന്റുകളുമായി നടത്തിയ സൗഹൃദം, അതിന്റെ ഫലമാണ് ഇവിടെ മഹാപ്രളയം വന്നില്ലേ? ആ പ്രളയം വന്നപ്പോൾ ദുബായിലെ ഷെയ്ഖ്, ദുബായിലെ ഭരണാധികാരി പറഞ്ഞു, ഞങ്ങളെ ഈ ദുബായിൽ ധാരാളം കേരളക്കാരുണ്ട്, അവർ നല്ല കൂട്ടരാണ്, അവരെ ഈ ഗവൺമെന്റുമായിട്ടും ഞങ്ങളുമായിട്ടും ഇവിടുത്തെ ആളുകളുമായിട്ടൊക്കെ വളരെ നല്ല സൗഹൃദത്തിലാണ്. അവരാണ് ഞങ്ങളുടെ രാജ്യത്തെ വളർച്ചയ്ക്ക് വലിയ സഹായം ചെയ്യുന്നത്. ഈ ദുബായ് ഇന്നത്തെ ദുബായ് ആക്കിയത് അവരുടെ സഹായമാണ്. അവരുടെ നാട്, അവരുടെ ജന്മനാട് വലിയ വെള്ളപ്പൊക്കത്തിലും കെടുതിയിലുമാണ്. അതുകൊണ്ട് അവരെ സഹായിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എത്ര കോടി രൂപയാ വാഗ്ദാനം നൽകിയത്? വാങ്ങാൻ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു. അത് ഈ കേരളത്തോട് കാണിക്കുന്ന ഒരു മമതയുടെ ഭാഗമാണ്, ഒരു ഗവൺമെന്റിന്റെ നയമാണത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ടാണ് ഈ കേരളം വളർന്ന് വികസിച്ചത്. ഇപ്പോൾ അവിടുത്തെ പല ഗവൺമെന്റുകളും എന്താ ചെയ്യുന്നത്? നമ്മുടെ നോർക്ക റൂട്ട്സ് ഉണ്ട്, അവരെ നമ്മുടെ പ്രവാസികളെ സഹായിക്കുന്ന. അവിടെ സർക്കാർ മേഖലയിൽ വരുന്ന ഒഴിവുകളുണ്ട്. നേഴ്സുമാര്, ഡോക്ടർമാര്, മറ്റു ജോലികൾ, അവർക്ക് നമ്മുടെ നോർക്ക റൂട്ട്സിനോടാണ് പറയുന്നത്, ഞങ്ങളുടെ രാജ്യത്ത് ഇത്ര ഒഴിവുകളുണ്ട്, നിങ്ങൾ കേരള ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് നോർക്ക, അവരായി ചെയ്യുന്നത് ബന്ധപ്പെട്ടിട്ട്. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വിദേശ പ്രവാസികളെ ചേർത്ത് പിടിക്കുന്നത്. അവരുടെ ആ സഭ ബഹിഷ്കരിച്ച കൂട്ടിന് ഏത് നാടിന് വേണ്ടിയാണ്?
നിങ്ങൾ നോക്കി, ഈ നാടിന്റെ ഏതെങ്കിലും ഒരു വികസന കാര്യങ്ങൾ UDF ഉണ്ടായി. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. 957 സഖ VMS അധികാരത്തിൽ അന്നാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മാറ്റം സൃഷ്ടിച്ചെടുക്കാൻ നമ്മുടെ കയ്യൂരിലെയും കരിവള്ളൂരിലെയും കാവുമ്പായിലെയും ഒക്കെ ധീരരായ കർഷക നേതാക്കൾ ഒരു നല്ല കേരളത്തിന് വേണ്ടി പടപൊരുതി വെടിയേറ്റ് മരിച്ചു വീണത്. അവരുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും രൂപം കൊടുക്കാൻ 57 അധികാരത്തിൽ വന്ന EMS ഗവൺമെന്റ് തയ്യാറായി. കാർഷിക ബന്ധമിൽ അതിന്റെ ഭാഗമായിട്ട് കൃഷിക്കാർക്ക് സുരക്ഷിതത്വം. ഇന്ന് നിങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ എല്ലാവരും പഠിച്ചവരായിരിക്കും. പഠിക്കാത്ത ഒരു കുട്ടിയും ഇന്ന് കേരളത്തിലില്ല. നിങ്ങളിൽ തന്നെ പലപ്പോഴും ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഡോക്ടറേറ്റും ഒക്കെ ഉണ്ടാകും. അങ്ങനെ പഠിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാരാ? 57 മുണ്ടശ്ശേരി മാഷിന്റെ ബില്ലാണ്. ഈ കേരളത്തിലെ കൃഷിക്കാരന് ഭൂമി കൊടുക്കാൻ, വാരം പാട്ടം ഇല്ലാതാക്കാൻ, വിദ്യാഭ്യാസം കൊടുക്കാൻ, അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ, മറ്റ് മുതലാളിമാരെ സ്കൂളിന്റെ ഉടമകളാണ് ശമ്പളം കൊടുക്കുക. അത് മാറ്റി അധ്യാപകർക്ക് നേരിട്ട് ശമ്പളം കൊടുക്കാൻ ഉള്ള നിയമം കൊണ്ടുവന്നപ്പോൾ ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ട പാർട്ടിയാ കോൺഗ്രസ്. എന്തിനാ പിരിച്ചുവിട്ടത്? ഈ നിയമം കൊണ്ടുവന്നത് കൊണ്ടാണ്. ആ ഗവൺമെന്റ് നിയമസഭയിൽ ഭൂരിപക്ഷമുണ്ട്. നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് പിരിച്ചുവിട്ടു. പക്ഷെ വീണ്ടും EMS അധികാരത്തിലേക്ക് പോയി. കാർഷിക രംഗത്ത് പരിഷ്കരണം വരുത്തി. എല്ലാ കുടികിടപ്പുകാർക്കും വീട് കിട്ടി, ഭൂമി കിട്ടി. ഭൂരഹിതർക്ക് ഭൂമി കിട്ടി. കൈവശ കൃഷിക്കാർക്ക് മുഴുവൻ ഭൂമി കിട്ടി. നമ്മുടെ നാട് ഭൂമി ജനങ്ങളുടെ സ്വത്തായി മാറിയില്ലേ? ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുണ്ട്? ഏത് സംസ്ഥാനത്തുള്ളത്? കേരളത്തിലല്ല. ഇപ്പൊ കേരളത്തിലെ എല്ലാവർക്കും ഭൂമിയുള്ള നാടായി. അവസാനം കിടക്കാൻ മരണത്തിന് 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത പാവങ്ങളായിരുന്നില്ലേ? ഭൂരഹിതരില്ലാത്ത കേരളമാണിന്ന്. ഭൂമിയില്ലാത്തവരില്ലാത്ത കേരളമല്ല, ഭൂമിയുള്ളവരുടെ കേരളമാണ്. അതുകൊണ്ട് ഭൂമിയുള്ളവരുടെ കേരളമാക്കി കേരളത്തെ മാറ്റി. ഇനി നമ്മൾ അടുത്ത പരിപാടി നമ്മൾ ആരംഭിച്ചു. വീടാണ്. ഭവനരഹിതരില്ലാത്ത കേരളം. പിന്നെ നമ്മുടെ പ്രശ്നം തൊഴിലാണ്. തൊഴിൽ രഹിതരില്ലാത്ത കേരളം തന്നെ. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. നമ്മൾ എങ്ങനെയാണോ ഭവനരഹിതരില്ലാത്ത കേരളമാക്കി കേരളത്തെ മാറ്റിയത്, അതുപോലെ തൊഴിൽ രഹിതരില്ലാത്ത കേരളമായി കേരളത്തെ മാറ്റും. അതിനായി ഇവിടെ നമ്മൾ മറ്റൊരു ഈ IT മേഖല വികസിക്കണമെങ്കിൽ വിമാനത്താവളം വേണം. ആ വിമാനത്താവളം ഉണ്ടെങ്കിൽ IT വ്യവസായം വരും. ഇത് 5000 ഏക്കർ ഭൂമി മട്ടന്നൂർ നമ്മുടെ കണ്ണൂർ വിമാനത്താവളത്തിൽ കിട്ടും. ഭൂമിയെടുത്ത് ഒരു IT ഹബ് ഉണ്ടാക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് പോകുന്നവരുണ്ടാകും, എറണാകുളം കാക്കനാട് ബന്ധുക്കളൊക്കെ കാണാൻ പോയിട്ടുള്ളവരുണ്ടാകും, തിരുവനന്തപുരത്ത് പോകുന്നവരുണ്ടാകും. നിങ്ങളെ കടക്കൂട്ടം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുമ്പോൾ ആ റെയിലിലോ റോഡിലോ ഒക്കെ പോകുമ്പോൾ 2 ഭാഗത്തും നോക്കി ഒരു വിദേശ രാജ്യത്ത് പോയതുപോലെ കൂറ്റൻ കെട്ടിടങ്ങൾ. അതൊക്കെ IT സ്ഥാപനങ്ങളാണ്. എത്ര ലക്ഷം ആളാണ് അവിടെ ജോലി ചെയ്യുന്നത്? IT മേഖലയിൽ എത്ര ലക്ഷം ആളാണ്? ചൈന ഗവൺമെന്റ് തുടങ്ങി വെച്ചതാണത്. ഇനിയും നമുക്ക് പഠിച്ചവർക്കായിട്ടുള്ള ആളുകളുണ്ട്, മറ്റുള്ളവരുണ്ട്. എല്ലാവർക്കും ജോലി കൊടുത്ത് അവരുടെ ജീവിതം ഉറപ്പുവരുത്തണം. പിന്നെ നമ്മുടെ പ്രശ്നം ആരോഗ്യമാണ്. ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട സേവനമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇതുപോലെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ട്. ക്യാൻസറും കിഡ്നിയും ഡയാലിസിസും ഒക്കെ ഇന്നത്തെ ഒരു പ്രശ്നമാണ്. ഇതിനൊക്കെ നമുക്ക് പരിഹാരം കാണണം. ഈ ഗവൺമെന്റ് വന്നതുകൊണ്ടല്ലേ ഇന്നത്തെ ആശുപത്രികൾ ഈ നിലയിലെത്തിയത്. നിങ്ങളിവിടെ പയ്യന്നൂർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും, അടുത്തുള്ള ആശുപത്രികളിൽ പോയിട്ടുണ്ടാവും. പഴയ ആശുപത്രിയാണ്. എത്രമാത്രം മാറ്റം വന്നു. ഹൃദ്രോഗം വർദ്ധിച്ചു വരികയാണ്. ഈ കോവിഡിന് ശേഷം യുവജനതയെയും കോവിഡ് പിടികൂടുന്നുണ്ട്. അതിന്റെയൊക്കെ ഫലമായി കോവിഡ് പിടികൂടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഹാർട്ട് അറ്റാക്ക്, ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാവുകയാണ്. ആ രോഗങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആരോഗ്യ മേഖലയെ ദുർബലപ്പെടുത്താൻ എന്തൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്?
ഏതെല്ലാം തരത്തിലുള്ള നടപടികളാണ് ഇവിടെ കേരളത്തിൽ UDF സ്വീകരിക്കുന്നത്? നമ്മുടെ നാടിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ UDF ഈ കേരളത്തിൽ ഗുണകരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്? എല്ലാറ്റിനെയും പൊളിക്കലല്ലേ, എല്ലാറ്റിനെയും തകർക്കലല്ലേ? നമ്മുടെ കേരളത്തിന്റെ ആകെ വികസനത്തിന് പറ്റുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം സീപോർട്ട്, വിഴിഞ്ഞം തുറമുഖം. ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം പോലും തടസ്സപ്പെടുത്താൻ നടന്നിട്ടുള്ളവരല്ലേ? എന്തിനാ ഈ കോൺഗ്രസ് കേരളത്തിൽ ഇതെല്ലാം ഇല്ലാതാക്കാനാണ്? ഞാൻ കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരുന്ന ബഹുജനങ്ങൾ ഉണ്ടാകുന്നത് അവർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എന്തിനാ കോൺഗ്രസ് നിങ്ങൾ ഈ റോഡുകളൊക്കെ നോക്കൂ. സഖാവ് മധുവൊക്കെ ഇതിനു വേണ്ടി വീട് പടയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ പയ്യന്നൂർ മണ്ഡലത്തെ ഏറ്റവും അധികം സഞ്ചാരയോഗ്യമാക്കാൻ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കിയെടുക്കാനൊക്കെ കിഫ്ബിയുടെ ഓഫീസ് കയറി ഇറങ്ങി ഈ പയ്യന്നൂരിന്റെ ഒക്കെ സമഗ്ര വികസനത്തിന് വേണ്ടി. ഇപ്പൊ നിങ്ങൾ പഴയ റോഡാണ്. പണ്ട് ഇവിടെയൊക്കെ ബോർഡ് എഴുതി വെക്കില്ല, ഹംസക്കുണ്ട്, ഇടിങ്ങുണ്ടോ ഇപ്പാക്കുണ്ട്. എല്ലാ റോഡുകളും ഉന്നത നിലവാരത്തിലെത്തിയില്ലേ? റോഡുകള്, സ്കൂളുകൾ നോക്കൂ. നമ്മൾ പഠിച്ച, നിങ്ങളൊക്കെ പ്രായമുള്ളവരുണ്ടാവും, ചെറിയ കുട്ടികൾ, ചെറുപ്പക്കാർ അല്ല ഞാൻ പറയുന്നത്. നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിലെ വിദ്യാലയങ്ങളാണോ ഇന്ന്? ഇന്ന് വിദ്യാലയങ്ങളെന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ചെടികളും പൂന്തോട്ടങ്ങളാണ്. കുട്ടികൾക്ക് വേണ്ട പുസ്തകം, രാവിലെ പോയ ബ്രേക്ക്ഫാസ്റ്റ്, പാലും മുട്ടയും കൊടുക്കുന്നു, പഴവും കൊടുക്കുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു, യൂണിഫോം കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൊടുക്കും. ഇപ്പോൾ +2 വരെ പൂർണ്ണമായും സൗജന്യമാക്കി. ഇനി നമുക്കെന്ത് വേണം? ഡിഗ്രിയും സൗജന്യമാക്കണം. ഉന്നത വിദ്യാഭ്യാസ മേഖല ഇനിയും മെച്ചപ്പെടുത്തണം. അതിന്റെ നടപടിയാ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇത് ഈ ഗവൺമെന്റ് വന്നതുകൊണ്ടല്ലേ? ഈ ഗവൺമെന്റ് വന്നതുകൊണ്ട് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി നിർവഹിക്കുന്നതല്ലേ? UDFന്റെ കാലത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മുടെ കേരളത്തിന്റെ ഏതെങ്കിലും വികസന കാര്യങ്ങൾ, ഇവിടെ തന്നെയുള്ള റോഡുകളും പാലങ്ങളും സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും നോക്കൂ. ഈ 10 വർഷത്തിന് മുമ്പുള്ള കേരളമാണ് ഇന്നത്തെ കേരളം. 10 വർഷം മുമ്പ് UDF ആണ് ഭരിച്ചിരുന്നത്. ആ കേരളമാണോ ഇന്നത്തെ കേരളം? എത്ര മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വലിയ മാറ്റങ്ങളിലേക്ക് വന്നില്ലേ? ഇപ്പൊ നിങ്ങൾ ഇവിടെ കടന്നു പോകുന്നതാണ്, ഇവിടെയല്ല, പയ്യന്നൂരിലൂടെ കടന്നു പോകുന്നതാണ് ഈ കാസർഗോഡ് മംഗലപ്പാടി മുതൽ അങ്ങ് ബാംഗ്ലൂർ വരെ പോകുന്നതും അതുപോലെ തന്നെ പാറശാല വരെ പോകുന്നതൊക്കെയുള്ള റോഡുകൾ. ആ നാഷണൽ ഹൈവേ വന്നാൽ ഇവിടെ ഗുണമെന്തെന്നറിയില്ല. അതിന്റെ ഇരുവശങ്ങളിലും വ്യവസായശാലകൾ വരും, അതിന്റെ ഇരുവശങ്ങളിലും കച്ചവട സ്ഥാപനങ്ങൾ വരും, വലിയ വ്യാപാര കേന്ദ്രങ്ങൾ ഉണ്ടാകും. ഒരു നാഷണൽ ഹൈവേ വെറും വാഹനം പോകാൻ മാത്രമുള്ളതല്ല. വന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയി നോക്ക്. അതിഭയങ്കരമായി വിപുലമായിട്ടുള്ള വികസനം ഉണ്ടാകും. ഈ വരുന്ന ഈ നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിലുമായിട്ട് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, താമസ സ്ഥലങ്ങൾ ഒക്കെ വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ എന്താകും? എത്രയായിരം ആളുകൾക്ക് ജോലി കിട്ടും? ഈ നാഷണൽ ഹൈവേ UDF ഉപേക്ഷിച്ചതില്ല. മംഗലപ്പാടി വരെ വന്നു, അവിടെ നിന്നു, കാര്യങ്ങളെ സമീപിച്ചു. ഞങ്ങൾക്ക് ആ നാഷണൽ ഹൈവേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുമില്ലേ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും, കർണാടകത്തിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും ഒക്കെ ഈ നാഷണൽ ഹൈവേ വലിയ തോതിൽ സഞ്ചാരയോഗ്യമല്ലേ? എന്തിനാ ഈ കേരളത്തിൽ? അവർ പറഞ്ഞു കേരളത്തിൽ ഈ ഭൂമി ഏറ്റെടുത്ത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവർ മതിയാക്കി പോയതാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ ഭൂമി ഏറ്റെടുക്കാം, ഇപ്പൊ പണം തരണം. ആ പണം നമ്മൾ കൊടുത്തു. കേരളം പണം കൊടുത്ത് അംഗീകരിപ്പിച്ച് നാഷണൽ ഹൈവേ വന്നു. ആ നാഷണൽ ഹൈവേക്ക് പണം കൊടുക്കാൻ നമ്മുടെ കൈവശം പൈസയൊന്നും ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥാപനം. അതാണ് ഈ കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ബോർഡ്. ആ കിഫ്ബി സ്ഥാപിച്ചു. കേരള ഗവൺമെന്റിന് കടം മേടിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് കടം മേടിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് അനുവാദം വേണം. അതുകൊണ്ട് നമുക്ക് അനുവാദം തരില്ല. സംസ്ഥാന ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, കടം മേടിക്കണമെങ്കിൽ
കേന്ദ്ര ഗവൺമെന്റിന് അനുവാദം. അതിനെ മറികടക്കാൻ നമ്മളെന്ത് ചെയ്തു? അതാണ് ഭരണത്തിന്റെ ദീർഘവീക്ഷണം. എങ്ങനെ കേരളത്തെ വളർത്തിയെടുക്കാം എന്ന് നമ്മുടെ നിരീക്ഷണം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയതാണ് ഈ കിഫ്ബി. അതൊരു സാമ്പത്തിക സ്ഥാപനമാണ്, നമ്മുടെ സഹകരണ ബാങ്ക് പോലെയുള്ള ഒരു സ്ഥാപനമാണ്. ആ കിഫ്ബിയിലേക്ക് പണം സമാഹരിക്കും. അതിൽ പണം സമാഹരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? അടിസ്ഥാന സൗകര്യം വിപുലീകരിക്കാം, റോഡുകളും പാലങ്ങളും ഒക്കെ ഉണ്ടാക്കാം. കിഫ്ബി ഉണ്ടാക്കി, പണം സമാഹരിച്ചു. സ്ഥാപനങ്ങളിൽ നിന്നും പ്രവാസികളിൽ നിന്നൊക്കെ എന്താ UDF ചെയ്തെന്നറിയുന്നു? പ്രവാസികളോട് വിദേശ രാജ്യത്ത് പോയിട്ട് പറഞ്ഞു, ഈ കിഫ്ബിയിലേക്ക് ആരും പണം കൊടുക്കരുത്, കൊടുത്ത പണം തിരിച്ചു തരൂല്ല, ഒരു പണവും കൊടുക്കരുത് കിഫ്ബിയിലേക്ക്. പക്ഷെ അത് അധികം ആളുകൾ കേൾക്കൊണ്ടില്ല. കാരണം കിഫ്ബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്, അതിന്റെ MD എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. ഭരണത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള നേതൃത്വം വഹിക്കുന്ന സാമ്പത്തിക സ്ഥാപനമാണ്. അതുകൊണ്ട് അവർ പറഞ്ഞതിനെ തള്ളിക്കളഞ്ഞു. ഇതിനെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ആ കിഫ്ബി പൊളിയുന്നില്ലെന്ന് വന്നപ്പോൾ അതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. മസാല ബോണ്ട്, വിദേശ മലയാളികളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്ന ഒരു പദ്ധതിയാണത്. ആ പണം ഇവിടെ വന്ന് റോഡും പാലും സ്കൂളൊക്കെ നന്നാക്കിയാൽ എന്താ മോശം? അത് എതിർക്കുകയാണോ വേണ്ടത്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അത് എതിർക്കുകയാണോ വേണ്ടത്? എന്തിനാ എതിർക്കുന്നത്? ഇതിന്റെ നഷ്ടമാർക്ക് ജനങ്ങൾക്കല്ലേ? കിഫ്ബിയെ എതിർത്ത് പണം സമാഹരിക്കാൻ കഴിയാതെ വന്നാൽ നിങ്ങളെ റോഡ് ഇന്നത്തെ റോഡാകില്ല, നിങ്ങൾ ആശുപത്രി ഇന്നത്തെ ആശുപത്രിയാകില്ല, ഇവിടെ ഒരു വികസനം നടക്കില്ല, കുറെ തറക്കല്ല് മാത്രമേ ഉണ്ടാകൂ. അത് മാറ്റി വികസനത്തിന്റെ വഴികളിലൂടെ നാടിനെ നയിച്ചത് ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടിട്ടാണ്. അതിന്റെ ഫലമായി നാട് വളർന്നു, രാജ്യമാകെ വളർന്നു, അഭിവൃദ്ധിപ്പെട്ടു. ഇത് തന്നെയാണ് എല്ലാ രംഗങ്ങളിലും ഈ ഗവൺമെന്റിന്റെ സമീപനം. ഇപ്പൊ നിങ്ങളിവിടെ സ്ത്രീകളുണ്ട് ധാരാളം. ഗവൺമെന്റിന്റെ യാദർശികമായിട്ടുള്ള പഠനത്തിൽ കണ്ടു, നമ്മുടെ കേരളം 3.5 കോടി കേരളീയരുടെ, മലയാളികളുടെ നാടാണ്. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. എന്നാൽ ആ സ്ത്രീകൾക്ക് തീരെ വരുമാനമില്ല, അവർക്ക് ജോലിയില്ല, വരുമാനമില്ല. ആ സ്ത്രീകളുടെ സ്വന്തം നിലനിൽപ്പ് വളരെ പരിതാപകരമാണ്. കുറെ ആളുകളൊക്കെ കുടുംബശ്രീയിലൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇടതുപക്ഷം വന്നതുകൊണ്ട് കുടുംബശ്രീ ഉണ്ടാക്കി. ആ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് കുറെ ആളുകൾക്കൊക്കെ സ്ത്രീകൾക്ക് ചെറിയ വരുമാനം കിട്ടും. പക്ഷേ ഒരു വരുമാനവുമില്ലാത്ത 35 ലക്ഷം സ്ത്രീകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പയ്യന്നൂർ പോകണം. എങ്ങനെയാണ് നിങ്ങൾ പോവുക? ഒന്നിക്കൽ അച്ഛനോട് കാശ് ചോദിച്ചു വാങ്ങണം, അല്ലെങ്കിൽ ഭർത്താവിനോട് ചോദിക്കണം, അല്ലെങ്കിൽ സഹോദരങ്ങളോട് ചോദിച്ചു വാങ്ങണം. എന്നാലല്ലേ നിങ്ങൾക്കൊന്ന് പയ്യന്നൂർ പോകാൻ സാധിക്കൂ. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്? നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാൻ നിങ്ങളുടെ കൈവശം പൈസയില്ല. അങ്ങനെയുള്ള 35 ലക്ഷം സ്ത്രീകളാണ്. ആ വേദന അറിയുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിനാണ്. അവരെന്ത് ചെയ്തു? ഗവൺമെന്റ് തീരുമാനിച്ചു, എത്ര ലക്ഷമായിക്കൊള്ളട്ടെ, ഇപ്പൊ നമുക്ക് അവർക്ക് 1000 രൂപ വീതം മാസം പ്രതി കൊടുക്കാം. അവരെല്ലാ അക്കൗണ്ടുകളും ഓപ്പൺ ചെയ്യട്ടെ, 1000 രൂപ വീതം. ഇത് 1000 കൊടുത്ത് അവസാനിപ്പിക്കാനല്ല, ഇനിയും വർദ്ധിച്ചു വരും. ഇനി 1000, 1500 ആകും, 2000 ആകും, 3000 ആകും. സ്ത്രീകളുടെ വരുമാനം വർദ്ധിക്കണം. ഇതുപോലെ തന്നെയാണ് 62 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ. 62 ലക്ഷം ആളുകൾക്കാണ് അവർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ. അത് 100 രൂപയായിരുന്നു. ഇപ്പൊ ഇത് 2000 നിർത്താനല്ല ഉദ്ദേശിക്കുന്നത്. തുടർഭരണം വരട്ടെ. 2000, 2500 ആകും, 3000 ആകും, അതിനപ്പുറവുമാകും. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി ഡൽഹി എന്നൊരു പ്രഖ്യാപനം, ഞങ്ങൾ 3000 ആക്കും. ഞങ്ങളില്ലേ ഇവിടെ? ഈ 2000 കൊടുത്ത് ഞങ്ങളിവിടെ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ? ഞങ്ങൾ തന്നെ 3000 കൊടുത്താൽ പോരെ? പ്രഖ്യാപനം നടത്താൻ നേതാവ് ഇന്ന് വരെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവര്
ഏതെങ്കിലും ഒരു സമൂഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സാണ്, ജനങ്ങളുടെ ബുദ്ധിമുട്ടറിയുന്ന മനസ്സാണത്. ആ മനസ്സാണ് ഇടതുപക്ഷത്തിൻ്റെത്. ആ ഇടതുപക്ഷത്തെ നമുക്ക് വിജയിപ്പിക്കണം. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. അതെല്ലാം നേടിയെടുക്കാൻ ജനസേവകരായിട്ടുള്ള നേതാക്കൾ നമുക്കുണ്ട്. അവർ സ്ഥാനാർത്ഥികളാകുന്നുണ്ട്. അവരെ നമ്മൾ വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ ആകെയും കേരളത്തിന്റെയും പൊതു താല്പര്യം സംരക്ഷിക്കാൻ കഴിയും. നമ്മുടെ കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നല്ല സാഹോദര്യമാണ്. എല്ലാവരും നല്ല സാഹോദര്യത്തിൽ ജീവിക്കുന്നവരാണ്. ജാതിയും മതത്തിനും അപ്പുറം കടന്നു ചിന്തിക്കുന്ന സാഹോദര്യത്തിന്റെ നാടാണ് ഈ കേരളം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണല്ലോ ചെറിയ പെരുന്നാൾ, ഞായറാഴ്ച ചെറിയ പെരുന്നാൾ വന്നു. എല്ലാവരും ആ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കാളികളായില്ലേ? അതുവരെ ഒരു മാസക്കാലം റമദാൻ നോമ്പായിരുന്നു, വ്രതം അനുഷ്ഠാനമാണ്. ആ വ്രതാനുഷ്ഠാനം കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നോമ്പ് തുറ, ഇഫ്താർ പാർട്ടി, എല്ലാവരും സമ്മേളിക്കുകയല്ലേ. എല്ലാ ജാതി മതസ്ഥരായ ജനങ്ങളും ഒന്നിച്ചിരുന്ന് നാട്ടുവർത്തമാനം പറഞ്ഞ് ആഹാരം കഴിച്ച് സന്തോഷിച്ച് പരസ്പരം സന്തോഷം പങ്കിട്ട് പിരിയുന്ന ഇഫ്താർ പാർട്ടി നടന്നില്ലേ? അത് ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലുണ്ടോ? നടത്താൻ കഴിയോ? ഇഫ്താർ പാർട്ടിക്ക് പോയാൽ ആരും തിരിച്ചു പോകില്ല. പിന്നെ അതാ കർണാടകം കോൺഗ്രസ് ഭരിക്കുകയാണ് അവിടെ. ഇതിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം നടക്കും? എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ അത്തരം ഒരു സാഹോദര്യം? ഇടതുപക്ഷം ശക്തിപ്പെട്ടതുകൊണ്ടാണ്. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ പിന്നെ ഒന്നും ഉണ്ടാകില്ല, ഒരു സാഹോദര്യവും നിലനിൽക്കില്ല. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ദളിത് ജനവിഭാഗങ്ങൾ, തൊഴിലാളി കർഷകാദി ജനവിഭാഗങ്ങൾ, ദുരിതമനുഭവിക്കുന്ന നാനാമേഖലയിലെ ജനവിഭാഗങ്ങൾ എല്ലാവരും ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിച്ച് അവരുടെ വോട്ടവകാശം ഉപയോഗിക്കണം. ഒരാളും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ പരിശ്രമിക്കരുത്. അത് നിങ്ങളുടെ കുടുംബത്തോട് ചെയ്യുന്ന ആപത്തായിരിക്കും, ഈ നാടിനോട് ചെയ്യുന്ന ആപത്തായിരിക്കും. ഇറാനിൽ, അമേരിക്കയിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ വിപത്ത് ഇടതുപക്ഷം ദുർബലപ്പെട്ടതിന്റെ ആപത്താണ്. ഇന്ത്യ അനുഭവിക്കുന്ന മഹാദുരന്തം, വർഗീയ കലാപങ്ങൾ, ആൾക്കൂട്ടക്കൊല, കന്യാസ്ത്രീകള് 2 രോഗം ബാധിച്ച പെൺകുട്ടികളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകും. അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ആ കന്യാസ്ത്രീകളെയും കുട്ടികളെയും. ഈ കേരളത്തിൽ നടക്കുമോ? എത്രമാത്രം ഈ ഗോമാംസത്തിന്റെ പേരിൽ എത്രമാത്രം അക്രമങ്ങളാണ്! സംഘടിതമായ കൂട്ടമായി ചേർന്ന് ആക്രമിക്കുകയല്ലേ? എത്ര സംഭവങ്ങൾ നടക്കുന്നു. നാടിന്റെ നിലനിൽപ്പ് തന്നെ പല സ്ഥലത്തും അപകടത്തിലല്ലേ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? ഇടതുപക്ഷം അവിടെ ഇല്ല, ദുർബലമാണ്. ഇടതുപക്ഷം ദുർബലമായ സംഭവിക്കുന്നതാണത്. അതുകൊണ്ട് ഇടതുപക്ഷക്കാരുടെ മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും നിലനിൽപ്പിന് വേണ്ടത് ഇടതുപക്ഷം ശക്തിപ്പെടലാണ്. ഇടതുപക്ഷം മനസ്സാ വാച കർമ്മണ ദുർബലപ്പെടുത്താൻ ഒരു മനുഷ്യരും ശ്രമിക്കരുത്. അത് അവർ ചെയ്യുന്ന അവരോടും അവരുടെ കുടുംബത്തോടും ചെയ്യുന്ന മഹാ ആപത്തായിരിക്കും. ഈ ധാരണകളോടുകൂടി വേണം നമ്മൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ. ഇവിടെ ഇടതുപക്ഷം മുന്നണിയെ എതിർക്കുന്നു. ആര്? പൊരുതി മരിച്ച നാടാണ് ഈ പയ്യന്നൂര്. ധീരരായ പോരാളികളുടെ നാടാണ്. ഇന്ന് നമ്മൾ ഈ നിലയിലേക്ക് എത്തിയത് ആ ധീര രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നാണ്. നമ്മളാക്കിയത് ആ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി കാശാക്കി മാറ്റുക. അതിനെടുത്തൊരു പണി നോക്ക് നിങ്ങൾ. ഇവിടെ മധുവിനെ നേരിട്ട് എതിർക്കാനുള്ള ത്രാണിയും ശക്തിയുമില്ല അവന്. അവരുടെ കുടുംബം ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ നാടിനോടൊപ്പം നിൽക്കണം, ഈ നാടിന്റെ സാഹോദര്യത്തോടൊപ്പം നിൽക്കണം. എന്തിനാ മധു ഉത്തമനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ചെറുപ്പക്കാരൻ ജനസേവനത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. പഠിച്ച ബിരുദം നേടിയപ്പോൾ
ഏതെങ്കിലും ഒരു ബാങ്കിൽ സെക്രട്ടറിയും ഉയർന്ന ഉദ്യോഗമൊക്കെ വാഹനമായിരുന്നു. ആ വഴിയല്ല സ്വീകരിച്ചത്. എനിക്കെന്റെ നാടും ജനങ്ങളുമാണ് പ്രിയപ്പെട്ടത്. ഞാൻ ജോലി തേടി പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആ ജനമധ്യത്തിലേക്ക് കടന്നു വന്നു. ജനസേവകനായി പ്രതികൂല സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചു. പല ഘട്ടങ്ങളിലും പലരും ചെയ്ത കുറ്റത്തിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വന്നു. ത്യാഗപൂർണമായ ജനങ്ങൾക്കിടയിലൂടെ നടന്നു. അങ്ങനെ നടന്നു വന്ന പരിശുദ്ധനായ ഒരു സഖാവിനെ വ്യക്തിഹത്യ നടത്തുക, ഇതിന്റെയെല്ലാം ഫലം അനുഭവിക്കേണ്ടി വരും. പെട്ടോ, വിശ്വാസികളൊക്കെ അങ്ങനെ പറയുന്നവരാണ്. എല്ലാം അനുഭവിക്കേണ്ടി വരും. നമുക്കൊന്നേ ഉള്ളത് അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയാതിരിക്കട്ടെ. അത് മനസ്സിലാക്കണം. കുറ്റം ചെയ്യുന്നവർ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുക. ഈ പാർട്ടിക്ക് നേരെ ഉന്നയിച്ച ആരോപണം എത്ര ബാലിശവും തെറ്റായിട്ടുള്ളതുമായിരുന്നു. ഏഷ്യാനെറ്റുകാരെ കൂട്ടിക്കൊണ്ടുവന്ന് പാർട്ടി ഓഫീസിൽ ഇരുത്തി പാർട്ടിയെ തകർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. തന്റെ ബാങ്കിൽ അനധികൃതമായ നിയമനം, അനധികൃതമായി സെക്രട്ടറി സ്ഥാനം കൈപ്പറ്റുന്നു. അതിനെ എതിർത്താൽ അയാൾ അഴിമതി നടത്തുന്നതിന്റെ നേതാവ്, ബദ്ധശത്രു. ബാങ്കിൽ ഒപ്പിട്ട് സറണ്ടർ ലീവ് ആനുകൂല്യം വാങ്ങിയാൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആ തെറ്റാണെന്ന് പറയുന്ന മധു അബദ്ധക്കാരൻ, അഴിമതിക്കാരൻ. ഇതല്ലേ നടത്തിയത്? എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഞങ്ങൾക്കറിയുന്നതാണ്. പൂർണ്ണമായും ബാങ്കിൽ പോകാതെ ഒപ്പിട്ട് പണം വാങ്ങുക, സറണ്ടർ ലീവ് ആനുകൂല്യങ്ങൾ പോലും വാങ്ങുക, അനധികൃതമായി സ്ഥാനം കൈക്കലാക്കുക. ആരോടും ഇതിന്റെ കണക്കും കാര്യങ്ങളും പറയേണ്ടതില്ല. ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആ സഖാവിനെ എങ്ങനെ കശാപ്പ് ചെയ്യാം? അതിനല്ലേ പുറപ്പെട്ടത്. ഈ പയ്യൻ ഒരു പൊരുതി മരിച്ച് വളർന്നു വന്ന നാടാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ പൊരുതിയ ഒരു ജനതയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന നാടാണ്. ഗാന്ധിയൻ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാർക്സിസ്റ്റുകാരായവരാണ് പയ്യന്നൂരിലെ ജനത. ഗാന്ധിയൻ സിദ്ധാന്തങ്ങളിലൂടെ മാർക്സിസ്റ്റായവരാണ്. ഇന്നും മനസ്സുകളിൽ ആ ഗാന്ധിയൻ ആദർശങ്ങൾ വെച്ചു പുലർത്തുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസുകാരോട് പറയുന്നത്, ഇവിടെ മറ്റു പാർട്ടിക്കാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് സഖാവ് മധുവിനാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കാണ്. വഞ്ചകനും ചതിയനും തട്ടിപ്പുകാരനും സ്വാർത്ഥിയും സ്ഥാനമോഹിയും എല്ലാമായിട്ടുള്ള ഒരാളെ ഇപ്പോ UDF സ്ഥാനാർത്ഥിയായി കുളിപ്പിച്ച് കൊതപ്പിച്ച് കൊണ്ടു നടക്കുകയാണ്. നിങ്ങൾ കോൺഗ്രസിന് ഉണ്ടാക്കുന്നത് കനത്ത തിരിച്ചടിയായിരുന്നു. ഈ നാട് അതിനോട് പ്രതികാരം വിട്ടു. ഒരു ഉത്തമനായ സഖാവിനെ തകർക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള കള്ളക്കഥകൾ പറഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിഹത്യ നടത്തി പാർട്ടിയെയും പ്രസ്ഥാനത്തെയും തകർക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും. സഖാവ് മധുവിനെ തകർക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിയെ തകർക്കലാണ്. ഇവിടെ ആരെ തോൽപ്പിക്കാനാണ്? ഇവിടെ മധു വെറുമൊരു സ്ഥാനാർത്ഥിയാണ്. ഇവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ സ്ഥാനാർത്ഥിയാണ്. ആ പാർട്ടിയെ തകർക്കണമല്ലേ? ആ പാർട്ടിയെ തകർക്കണമല്ലേ? ഈ ജീവത്യാഗം ചെയ്ത് ഈ നാടിനെ നാടാക്കിയ ധീരസഖാക്കളുടെ പാർട്ടിയെ തകർക്കണമല്ലേ? അത് മനസ്സിലിരുന്നാ മതി. ഈ പയ്യന്നൂരിൽ സഹിക്കില്ല. അതിന് പ്രതികാരം കിട്ടുന്ന ശക്തിയായി സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ നാട് ഇളകി വളർന്നു വരണം, ഇളകണം, നാട് ശബ്ദിക്കണം, പൊട്ടിത്തെറിക്കണം. അതായിരിക്കണം ഇടതുപക്ഷത്തിന്റെ കരുത്തും ശക്തിയും. അതിന് നിങ്ങളെല്ലാം മുന്നോട്ടേക്ക് വരിക. സഖാവ് മധുവിന്, TI മധുസൂദനൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ്, സംശുദ്ധനാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, എല്ലാവർക്കും അറിയാം. വഞ്ചകന്മാർക്കൊഴികെ, ചതിയന്മാർക്കൊഴികെ ആ മധുസൂദനെ വിജയിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോരാ, അതിനേക്കാളും 10 മടങ്ങ് വോട്ട് നമുക്ക് സമാഹരിക്കണം. ഇത് നമ്മൾ ജയിക്കുന്ന മണ്ഡലം എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലുള്ള അലസതയും നിങ്ങൾക്കുണ്ടാകരുത്. ഇവിടെ ശക്തിയാണ്, ഇടതുപക്ഷത്തിന്റെ കരുത്താണ് ഇവിടെ മത്സരിക്കുന്നത്. ആ കരുത്ത് വർദ്ധിപ്പിക്കാൻ നമ്മുടെ സർവശക്തിയുമെടുത്ത്
പ്രയോഗിക്കുക, പ്രവർത്തിക്കുക എന്ന് നിങ്ങളോടെല്ലാം വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് സഖാവ് ടി.ഐ. മധുസൂദനന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങളുടെ ബന്ധുജനങ്ങളും നിങ്ങളുടെ സുഹൃജനങ്ങളും ഈ നാടാകെ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരെയും ഈ സ്ഥാനാർത്ഥിക്ക് മുന്നിൽ അണിനിരത്തിക്കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. İnkılap Zindabad! İnkılap Zindabad! İnkılap Zindabad! İnkılap Zindabad! Rediyat 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 Zindabad!